ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. ലോകസമാധാനത്തിനും ഐക്യത്തിനുമായാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ ന്യൂഡൽഹിയിൽ. 10ാമത് റെയ്സീന സംഭാഷണത്തിന് നാളെ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും പങ്കെടുക്കും. ബോഡോലാന്റ് മേഖലയുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിലെ ലഹരി വ്യാപനം ചെറുക്കുന്നതിനായി ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് ലീഗ് T20 ഫൈനലിൽ ഇന്ത്യയ്ക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ റെയ്സീന സംഭാഷണത്തിന് നാളെ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ മുഖ്യാതിഥിയാകും. ബുധനാഴ്ച വരെ തുടരുന്ന റെയ്സീന സംഭാഷണത്തിന്റെ 10ാം പതിപ്പിൽ ഭൌമരാഷ്ട്രീയം, ആഗോള സാമ്പത്തിക രംഗം എന്നീ മേഖലകളിലെ സുപ്രധാന വിഷയങ്ങൾ ചർച്ചയാകും. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം, ഒബ്സർവർ റിസർച്ച് ഫൌണ്ടേഷൻ എന്നിവർ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ലോകസമാധാനത്തിനും ഐക്യത്തിനുമായാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗൌതമ ബുദ്ധന്റെയും മഹാത്മാഗാന്ധിയുടെയും നാടായതിനാൽ സമാധാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ വാക്കുകൾ ലോകം ശ്രദ്ധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രശസ്ത പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രിഡ്മാൻ നടത്തിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. आज दुनिया इंटरकनेक्टेड है. आइसोलेशन में कोई नहीं कर सकता. आज दुनिया इंटरडिपेंडेंट है. आइसोलेशन में आप कुछ नहीं कर सकते. सांस्कृतिक रूप से, ऐतिहासिक रूप से हमारा बैकग्राउंड इतना मजबूत है कि जब भी हम शांति के लिए बात करते हैं तो विश्व हमें सुनता है. क्योंकि ये बौद्ध की भूमि है, ये महात्मा गांधी की भूमि है और हम संघर्ष के पक्ष के है ही नहीं. हम समन्वय के पक्ष के हैं. ഇരു കക്ഷികളും ഉൾപ്പെട്ട ചർച്ചകളിലൂടെ മാത്രമേ റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കാൻ കഴിയൂവെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ത്യ ചൈന ബന്ധം പുരാതനമാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായ സഹകരണം തുടരണമെന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ ന്യൂഡൽഹിയിലെത്തി. കേന്ദ്ര സഹമന്ത്രി SP സിംഗ് ബാഘേലിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, ബിസിനസുകാർ എന്നിവരുൾപ്പെട്ട ഉന്നതതല പ്രതിനിധി സംഘം അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. ഇന്ത്യ ന്യൂസിലൻഡ് ബന്ധങ്ങളുടെ വിവിധ വശങ്ങൾ ഉൾപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. നാളെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെയും അദ്ദേഹം സന്ദർശിക്കും. തുടർന്ന് മുംബൈ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ലെക്സൺ ബിസിനസ് നേതൃത്വവുമായി ആശയവിനിമയം നടത്തും. ഡൽഹി നിയമസഭാംഗങ്ങളുടെ 2 ദിവസത്തെ പരിശീലന പരിപാടിക്ക് ചൊവ്വാഴ്ച തുടക്കമാകും. ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉദ്ഘാടനം ചെയ്യും. MLAമാരുടെ നിയമനിർമ്മാണ പാടവം ശക്തിപ്പെടുത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് ഡൽഹി നിയമസഭാ സ്പീക്കർ വിജേന്ദർ ഗുപ്ത പറഞ്ഞു. സമഗ്രവും പരസ്പരം ഗുണം ചെയ്യുന്നതുമായ സ്വതന്ത്ര വ്യാപാര കരാർ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ട് ഇന്ത്യയും ന്യൂസിലൻഡും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ന്യൂസിലൻഡ് വ്യാപാര മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഈ നീക്കം. വിപണി പ്രവേശ സാധ്യതകൾ മെച്ചപ്പെടുത്തുക, വിതരണ ശൃംഖല ഏകീകരണം വർദ്ധിപ്പിക്കുക തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് ചർച്ചകൾ നടത്തുകയെന്ന് കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലണ്ടൻ ആസ്ഥാനമായ സെൻട്രൽ ബാങ്കിംഗ് പബ്ലിക്കേഷൻ നൽകുന്ന ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് 2025 നേടിയ റിസർവ് ബാങ്കിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. ഭരണത്തിലെ നവീകരണത്തിനും കാര്യക്ഷമതയ്ക്കും നൽകുന്ന ഊന്നലാണ് ഈ നേട്ടം പ്രതിഫലിപ്പിക്കുന്നതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിലെ ലഹരി വ്യാപനം ചെറുക്കുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചു. ഈ മാസം 24-ന് തിരുവനന്തപുരത്താണ് യോഗം. പോലീസ്, എക്സൈസ് വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുക്കും. സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനും തുടർ നടപടികളും യോഗം ചർച്ച ചെയ്യും. ബോഡോലാന്റ് മേഖലയുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ.
ബോഡോ സ്റ്റുഡന്റ്സ് യൂണിയന്റെ വാർഷിക സമ്മേളനത്തെ അസമിലെ കൊക്രജാറിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബോഡോ ഉടമ്പടിയിലെ 82% വാഗ്ദാനങ്ങളും പൂർത്തീകരിച്ചതായി അഭിപ്രായപ്പെട്ട അദ്ദേഹം മേഖലയിലെ യുവാക്കൾ ഇപ്പോൾ വികസനത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് അഭിപ്രായപ്പെട്ടു. हमारे बोडो युवा भी विश्व भर के युवाओं से दो हाथ करने के लिए तैयार हो, ऐसा इंफ्रास्ट्रक्चर बोडोलैंड में बनाना है. मैं आज आपको विश्वास दिलाकर चाहता हूं कि असम सरकार और भारत सरकार ये बीटीआर क्षेत्र के विकास के लिए कोई कमी नहीं छोड़ेगी. ന്യൂഡൽഹിയിലേക്ക് തിരിക്കുന്നതിന് മുൻപ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കിയത് സംബന്ധിച്ച അവലോകന യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു. ഇംഫാൽ ഗുവാഹത്തി മേഖലകളിൽ നിന്ന് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ 88 കോടി രൂപ വിലമതിക്കുന്ന മെത്താഫെറ്റമൈൻ ഗുളികകൾ പിടികൂടി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തിൽ ഉൾപ്പെട്ട 4 പേരെ അറസ്റ്റ് ചെയ്തു. മയക്കുമരുന്ന് രഹിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ നോഷ്കിയിൽ സൈനിക വ്യൂഹത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 12 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും 26ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു. 90ലേറെ പേരെ വധിച്ചതായി BLA അവകാശപ്പെട്ടെങ്കിലും സംഭവത്തിൽ പാകിസ്ഥാൻ ഭരണകൂടം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ അബു ഖദൽ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ഖദൽ സിന്ധി എന്നറിയപ്പെടുന്ന ഇയാൾക്ക് നേരെ പാകിസ്ഥാനിലെ ഝലം സിന്ധ് മേഖലയിൽ വെച്ച് ആക്രമണം ഉണ്ടാവുകയായിരുന്നു. ജമ്മുകശ്മീരിൽ ഉൾപ്പെടെ നിരവധി ആക്രമണങ്ങളുടെ ആസൂത്രകനായിരുന്ന അബു ഖദൽ ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത സഹായിയായിരുന്നു. അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് ലീഗ് T20 പരമ്പരയിലെ കലാശ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ബ്രയാൻ ലാറയാണ് വെസ്റ്റ് ഇൻഡീസിന്റെ നായകൻ. സച്ചിൻ ടെണ്ടുൽക്കറാണ് ഇന്ത്യയെ നയിക്കുന്നത്. റായ്പൂരിലെ ഷഹീദ് വീർനാരായൺ സിംഗ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് കളി. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ഫൈനൽ മത്സരം ഏപ്രിൽ 12-ന് നടക്കും. വേദി പിന്നീട് തീരുമാനിക്കും. ഈ മാസം 29-ന് നടക്കുന്ന ആദ്യ പ്ലേ ഓഫിൽ മുംബൈ സിറ്റി FC ബംഗളൂരു FCയുമായി ഏറ്റുമുട്ടും. സംസ്ഥാനത്തിന്റെ പരമോന്നത പുരസ്കാരങ്ങളായ കേരള പുരസ്കാരങ്ങൾ നാളെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ വിതരണം ചെയ്യും. വൈകിട്ട് രാജ്ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനാകും. കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് 2024ലെ കേരള പുരസ്കാരങ്ങൾ നൽകുന്നത്. കേരള ജ്യോതി പുരസ്കാരത്തിന് MK സാനുമാണ് അർഹനായിരിക്കുന്നത്. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൌത്യവുമായി മുൻപോട്ടു പോകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ പ്രദേശവാസികൾ സഹകരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. അതേസമയം കടുവയെ മയക്കുവെടി വെക്കാനുള്ള ദൌത്യം നാളെയും തുടരും. വടക്കൻ മാസിഡോണിയയിലെ നിശ ക്ലബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ 50ലേറെ പേർ മരിക്കുകയും 100ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 1500ഓളം പേർ പങ്കെടുത്ത സംഗീത പരിപാടിക്കിടെയാണ് അപകടം ഉണ്ടായത്. പരിപാടിക്കിടെ കരിമരുന്ന് പ്രയോഗിച്ചപ്പോൾ തീപ്പൊരി വീണതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സ്പേസ് എക്സിന്റെ ക്രൂ 10 ദൌത്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വിജയകരമായി ഡോക്ക് ചെയ്തു. US ബഹിരാകാശ ഏജൻസിയായ നാസ, ജപ്പാൻ ബഹിരാകാശ ഏജൻസി, റോസ് കോസ്മോസ് എന്നിവയിൽ നിന്നുള്ള 4 സഞ്ചാരികൾ ദൌത്യത്തിന്റെ ഭാഗമായി നിലയത്തിലെത്തി. കഴിഞ്ഞ 9 മാസമായി ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസ്, ബുച്ച് വിൽമോർ എന്നിവർക്ക് ബുധനാഴ്ചയോടെ ഭൂമിയിലേക്ക് മടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാപ്രവർത്തകർ നടത്തുന്ന രാപകൽ സമരത്തിന്റെ തുടർച്ചയായി നാളെ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുമെന്ന് സമരക്കാർ അറിയിച്ചു. അതേസമയം നാളെ ആശാപ്രവർത്തകർക്ക് പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ, പാലിയേറ്റീവ് കെയർ ഗ്രിഡ് എന്നിവയെ സംബന്ധിച്ച് പരിശീലനം നൽകാൻ ആരോഗ്യവകുപ്പ് ജില്ലാ പ്രോഗ്രാം മാനേജർ മുഖേന നോട്ടീസ് നൽകി. സംസ്ഥാനത്ത് ചൂടിയുയരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകസമാധാനത്തിനും ഐക്യത്തിനുമായാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ ന്യൂഡൽഹിയിൽ. 10ാമത് റെയ്സീന സംഭാഷണത്തിന് നാളെ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും പങ്കെടുക്കും. ബോഡോലാൻഡ് മേഖലയുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ ലഹരി വ്യാപനം ചെറുക്കുന്നതിനായി ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് ലീഗ് T20 ഫൈനലിൽ ഇന്ത്യയ്ക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.